ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ചെറിയൊരു കുഞ്ഞി കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ. നന്നേ ചെറിയൊരു ഉണ്ണിയായിട്ടാണ്. പക്ഷെ എന്താ ചെയ്യുന്നതെന്നറിയോ? ഓടക്കുഴൽ ഊതിക്കൊണ്ട് നിൽക്കുക നമ്മുടെ ഭഗവാൻ. രണ്ട് കുഞ്ഞിക്കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് വേണുനാഥം പൊഴിക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഒരു ചെറിയ ഉണ്ണികൃഷ്ണനെയാണ് ചാർത്തിയിരിക്കണതേ. ശരിക്കും ഏകാദശിയൊക്കെ കഴിഞ്ഞിട്ട് ഏകാദശിക്ക് ചതുർബാഹുവായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് നിൽക്കുന്ന ഗുരുവായൂരപ്പനായിട്ടായിരുന്നു അലങ്കാരം. അപ്പോൾ ഒട്ടേറെ പേര് ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലായിടത്തും വൃത്തിയാക്കിയിട്ട് യശോദാമ്മയും രോഹിണിയമ്മയും ഗോപാലക്കുട്ടികളും ഗോപസ്ത്രീകളും എല്ലാവരും വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഭഗവാന്, നമ്മുടെ ഉണ്ണികൃഷ്ണന് ക്ഷീണമൊന്നുമില്ല. നല്ല ഉഷാറായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയാണ്, ഈ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് എന്താണ് ഒരു മരുന്നായിട്ടുള്ളത്? എല്ലാവർക്കും അറിയാം, ഒരു സംശയം വേണ്ട, ഭഗവാന്റെ ആ ഒരു വേണുനാഥമാണ് എല്ലാവരുടെയും ക്ഷീണങ്ങളെ മാറ്റുന്ന, എല്ലാവരുടെയും സങ്കടങ്ങളെ മാറ്റുന്ന ആ ഒരു അമൃതായിട്ടുള്ളത്. അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു, എന്നാൽ ഭഗവാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആ വേണുനാഥം ഒന്ന് പൊഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ നല്ല സന്തോഷത്തിൽ ഉഷാറായിട്ട് എന്നുള്ളതിനേക്കാളും അതിയായിട്ടുള്ള ഒരു സന്തോഷത്തോട് കൂടിയിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നമ്മുടെ ശ്രീലകത്ത് നിന്നിട്ട് വേണുനാഥം പൊഴിക്കുകയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതിമനോഹരമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. 2 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം താമരയുടെ വെളുത്ത താമരയും തുളസിയും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടായിരുന്നു. പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയായിരുന്നു. പിന്നെ 2 ഉണ്ടമാലകളുണ്ട്. അതിലും ആദ്യത്തേത് ഭഗവാന്റെ ദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയാണ് കേട്ടോ. അങ്ങനെ അടുപ്പിച്ച് കോർത്തിരിക്കാം, തെച്ചി തുളസി തെച്ചി തുളസി. അപ്പം അങ്ങനെ അടുപ്പിച്ച് കോർത്തത് കൊണ്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം താമരമാലയായിരുന്നു, താമരയുടെ ഇതൾ കൊണ്ടായിരുന്നു ആ മാല കോർത്തിട്ടുണ്ടായിരുന്നത്. അതിന് നടുക്കാണ് വേണുഗാനം പൊഴിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞികൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിലൊരു ഗോപി തിലകുണ്ട്, കാതുപൂക്കളുണ്ട്, മനോഹരമായിട്ടുള്ള പുഞ്ചിരിയുണ്ട് കേട്ടോ ഭഗവാന്റെ ചുണ്ടിലെ. എല്ലാവരെയും മയക്കുന്ന അതിമനോഹരമായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയിട്ടാണ്. കഴുത്തിൽ 2 മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാല ഉണ്ട്, പിന്നെ ഒരു മാല ഉണ്ട്. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ 2 കുഞ്ഞിക്കൈകൾ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് വേണുഗാനം പൊഴിക്കുകയാണ് മനോഹരമായിട്ട്. നമ്മളെല്ലാവരും അതിൽ അലിഞ്ഞ് ഇല്ലാതായി പോകും. നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അലിഞ്ഞില്ലാതാക്കുന്ന ആ ഒരു വേണുഗാനമാണ് ഇന്നലെ ഭഗവാൻ പൊഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്, പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കാലുകൾ രണ്ടും ഇങ്ങനെ പിണച്ച് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതിൽ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഭഗവാന്റെ ആ വേണുനാഥം പൊഴിക്കുന്ന ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗുരുവായൂരപ്പനൊന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ.